നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്രജാതരുടെ നക്ഷത്ര മൃഗം കൊമ്പനാനയാണ്. പിടിയാന, കൊമ്പനാന, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആനയാണ്. ആൺ വിഭാഗത്തിൽപ്പെടുന്ന ആനയാണ്. ഈ കൊമ്പനാന ആണ് ഭരണി നക്ഷത്രക്കാരുടെ മൃഗം എന്നതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വാധീന ഫലങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീമദ് ചണ്ഡികാദാസരുടെ ശ്രദ്ധേയ സിദ്ധാന്തം അനുസരിച്ചുള്ള വിലയിരുത്തലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കൊമ്പനാനയ്ക്കുള്ള പ്രത്യേകത എന്താ? കൊമ്പനാനയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞാൽ ഭക്ഷണപ്രിയനായിരിക്കും. ഈ ഭരണി നക്ഷത്ര യാതൊരു പൊതുവെ ഭക്ഷണപ്രിയരായിരിക്കും. അതൊരു തർക്കവും വേണ്ട. ഭക്ഷണപ്രിയർ തന്നെയായിരിക്കും. മറ്റൊന്ന് കൊമ്പനാനയ്ക്കുള്ള പ്രത്യേകത എന്താ? സഞ്ചാരപ്രിയനായിരിക്കും. അതേ കാര്യം തന്നെ ഭരണി നക്ഷത്രക്കാരിലും കാണാം. അവരും വനപർവ്വത പ്രദേശങ്ങളടക്കമുള്ളവയിൽ സഞ്ചരിക്കുന്നതിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നവരാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടായാൽ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് കാലങ്ങളോളം ശത്രുവിനെ മനസ്സിൽ വെച്ച് അവസരം കിട്ടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അല്പം മണ്ണെങ്കിലും നുള്ളിയിടാൻ മടിക്കാത്ത ഒരു വിഭാഗത്തിലുള്ളൊരു ജീവിയാണ് ആന. അതേ സാധനം ഇവരിലുണ്ട്. ഇവരെ സംബന്ധിച്ച് സ്നേഹിച്ചാൽ വളരെ അടുപ്പമാണ്. അവരുടെ ഹൃദയം തന്നെ പറിച്ച് സ്നേഹിക്കുന്നവർക്കുള്ളൂ. ഇനി അവരെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിച്ചിട്ട്, ചതിച്ചിട്ട്, വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞാൽ, അല്ലെങ്കിൽ വഞ്ചിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടൊക്കെ പോയാൽ അവർ വലിയ രീതിയിൽ പ്രതികാരമൊന്നും ചെയ്യാനായിട്ട് ആയുധമൊന്നും എടുത്തോളൊന്നും വരുന്നൊന്നും ഇല്ലെങ്കിലും തനിക്ക് പറ്റിയ ചതിവല്ലെങ്കിൽ തന്നെ ചതിച്ചവനെ മരണം വരെ മറക്കില്ല. അവനോടുള്ള വിരോധം, നീരസം അവരിൽ നിന്നും മനസ്സിൽ സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു അവസരത്തിൽ അവനെക്കുറിച്ച് ഒരു മോശമായിട്ടുള്ള അഭിപ്രായം പറയുവാൻ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് വിനിയോഗിക്കുവാനും മടിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ആനയെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ തല ഉയർത്തിപ്പിടിച്ച് ധീരതയോടുകൂടെ നടന്നു നീങ്ങുന്നവരാണ് ആന. അതുപോലെ തന്നെ ഒരു നേതൃപദവി സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാനുള്ള വ്യഗ്രത ഈ ഭരണി നക്ഷത്ര യാതൊരിൽ നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. തലയെടുപ്പോടുകൂടെ ഒരു നേതൃപദവി അല്ലെങ്കിൽ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി മറ്റുള്ളവരെയൊക്കെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ വേണ്ടുന്ന പരിശ്രമം ഇവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു പരിധി വരെ അതിൽ വിജയിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുമായിട്ട് വളരെ വേഗത്തിൽ ഇണങ്ങുന്ന ഒരേ ഒരു മൃഗമാണ് ആന. മനുഷ്യർ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും മനുഷ്യരെ നൽകുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം തിരിച്ചു നൽകുവാനും ആനയ്ക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതേ സാധനം തന്നെയാണ് ഈ ഭരണി നക്ഷത്രക്കാരൻ നമുക്ക് കാണാൻ സാധിക്കുക. അവരുമായിട്ട് അടുത്ത് അവരുമായിട്ട് സ്നേഹിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവർ നമ്മളോട് ഇണങ്ങി മെരുങ്ങി നിൽക്കും. ഇനി അതല്ല, അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ തലവേദന നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മരിച്ചാലും മറക്കത്തില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളോടായിരിക്കും കൂടുതൽ താല്പര്യം. അതുപോലെ തന്നെ ഇലക്കറികളോടും ഇവർക്കൊരു താല്പര്യം വരാനിടയുണ്ടെങ്കിൽ പോലും ആന എപ്പോഴും പനം പട്ടകൾ, അതുപോലെ തന്നെ എന്താ പറയുക, വളരെ ഇലകളെയല്ല ആശ്രയിക്കുന്നത്, ഇലകൾക്ക് നടുവിലുള്ള കട്ടി കൂടിയ ഭാഗങ്ങളെ ആശ്രയിക്കാറുണ്ട്. പനം പട്ടകളാണെങ്കിലും കരിമ്പാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളവ. അപ്പോൾ അത്തരത്തിൽ ഇവരെ സംബന്ധിച്ച് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിൽ കടിച്ചു വലിക്കാനൊക്കെ ഉള്ളത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇവരെ സംബന്ധിച്ച് സന്തോഷകരമായൊരു കാര്യമാണ് എന്ന് വെച്ചുകൊണ്ട് അമിതമായിട്ട് വാരി വലിച്ച് ഭക്ഷിക്കുന്നവരല്ല, മിതമായ നിരക്കിൽ ഭക്ഷിക്കുന്നവരാണ്. മാംസ ആഹാരങ്ങളോടും
വലിയ വൈമുഖ്യമൊന്നും കാണിക്കുന്നവരല്ല. എന്ന് വെച്ചാൽ അത് വേണമെന്നുള്ള നിർബന്ധമൊന്നും കാണില്ല. കിട്ടിയാൽ അത്യാവശ്യം അവർ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവരായിരിക്കും ഇവർ മനുഷ്യരായിട്ട് ജനിച്ചതുകൊണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ച് ആനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ഇവരുടെ നക്ഷത്ര മൃഗമായിട്ടുള്ള ആനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ടെൻഷനോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ വന്നാൽ ഇവർ പൊട്ടിക്കരയും. പൊട്ടിക്കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർക്ക് മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഒതുക്കി നിർത്തുവാനുള്ള കഴിവ് കുറവാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ അവരുടെ മനസ്സിനെ മഥിച്ചാൽ അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ കണ്ണുകൾ ഈറനണിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു തലം നമ്മൾ ആനയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചാലും അത്തരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇവരുടെ നടത്തത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക താള ലയം പോലെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണം കഴി എന്ന് പറയുന്നതും വാരി വലിച്ചുള്ള കഴിയില്ല. വിശദമായിട്ട് ഓരോ ഭാഗങ്ങൾ, ഓരോ സാധനവും എടുത്ത് ചെറിയ ഒരു പരീക്ഷണ നിരീക്ഷണം പോലെ വിരൽ കൊണ്ടൊന്ന് ഞെക്കി അല്ലെങ്കിൽ അമർത്തി നോക്കി ഒന്ന് കുഴച്ചെടുത്തു, അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരിക്കും. ഇവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നൊരു ആനയെ നിരീക്ഷിച്ചാൽ ഇവരുടെ സ്വഭാവ സവിശേഷതകളും ഇവരുടെ നക്ഷത്ര മൃഗമായ ആനയുടെ സ്വഭാവ സവിശേഷതയുമായിട്ട് വളരെയേറെ താരതമ്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഏതൊരു ബന്ധത്തിലും മക്കളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഭർത്താവുമായിട്ടുള്ള ബന്ധമാണെങ്കിലും കാമുകന്മാരുടെ ബന്ധമാണെങ്കിലും ആ ബന്ധത്തിലെ ഊഷ്മളത നിലനിർത്താൻ വേണ്ടി എത്രയേറെ ത്യാഗം സഹിക്കുവാനും ഇവർ തയ്യാറാണ്. എന്നാൽ കോപം വന്നു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ വിശേഷിച്ച് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി കോപം വരത്തില്ല. ഇനി കോപം അങ്ങോട്ട് അധികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്ക് ആനയ്ക്ക് മതം പൊട്ടിയുള്ള അവസ്ഥയായിരിക്കും. എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ പിച്ചുക, മാന്തുക, ഞൊട്ടുക, തൊട്ടുക, പൗഡർ ടിൻ എടുത്തെറിയുക, അല്ലെങ്കിൽ ജഗ്ഗോ അല്ലെങ്കിൽ കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തെറിയുക, കടിച്ച് കീറി കൊന്നുകളയുമെന്നും പറഞ്ഞ് വളരെ ക്രൂരമായിട്ട് വരിക. അതൊക്കെ ഈ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടുമൊക്കെയുള്ള സമീപനമാണ് ഈ പറയുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിക്കളയുന്നു. ഒന്നുമില്ല. ആ കോപത്തിൻ്റെ അവസാനം, ആ ഒരു പ്രകടനത്തിൻ്റെ അവസാനം അവർ തന്നെ കരയുന്ന അവസ്ഥയിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഒരു നിഷ്കളങ്കരും ശുദ്ധ മനസ്കരും അയ്യോപാപികളുമായിട്ട് വിലയിരുത്താം. കാരണം പാവങ്ങളാണ്. ഈ കാണുന്ന ഇച്ചിരി പ്രകടനം കാര്യങ്ങളിലേക്ക് കൂടുക. കാരണം ഇവരുടെ ജീവിതം നമ്മൾ ഏറ്റവും എടുത്ത് നോക്കിയാൽ കുറച്ച് വഞ്ചനകളിലൊക്കെ അകപ്പെട്ട് പലരെയും വിശ്വസിച്ചത് കൊണ്ട് പല തിരിച്ചടികൾ നേരിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു വന്നവരാണ്. എത്രയേറെ തിരിച്ചടികൾ ജീവിതത്തിൽ കിട്ടിയാലും എത്രയൊക്കെ കബളിപ്പിക്കലുകൾക്ക് ഇരയായാലും അവരുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് നിങ്ങളെ ഉള്ളൂ, നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങളെ ഞാൻ അമിതമായിട്ട് വിശ്വസിക്കണം, നിങ്ങളല്ലാതെ വേറെ ആരുമില്ലെന്ന് ആര് പറഞ്ഞാലും ആ കേൾക്കുന്ന വാക്കുകൾ അതേപടി അങ്ങ് വിടുന്നൊരു പ്രകൃതമാണ്. വിശ്വസിക്കും. മറ്റുള്ളവർ അന്ധമായിട്ട് വിശ്വസിക്കുക. മറ്റുള്ളവരെയും മറ്റുള്ളവരുടെ വാക്കിനെയും അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നതെന്ന് ഈ പാവങ്ങൾ ജീവിതത്തിൽ വീണ്ടും ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. അവരുടെ ഭാഷ തന്നെ പറഞ്ഞാൽ ഞാൻ എത്ര കിട്ടിയാലും പഠിക്കില്ല, അതാണ് എൻ്റെ കുഴപ്പം. അത് ശരിയാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനിയെങ്കിലും ഞാൻ പഠിക്കണ്ടേ എന്ന് വിചാരിച്ച് അവരൊരു ഭയങ്കര ബലം പിടിച്ചു പോയാലും മറ്റുള്ളവൻ്റെ കണ്ണുനീര് കാണുമ്പോൾ, മറ്റുള്ളവൻ്റെ യാചന കാണുമ്പോൾ, മറ്റുള്ളവൻ്റെ സ്നേഹത്തോടു കൂടെയുള്ള സമീപനം കാണുമ്പോൾ അതുവരെ ഉണ്ടായതെല്ലാം മറക്കും. പിന്നീട് അവരുടെ വലിയ ആൾക്കാരെ. പക്ഷെ അങ്ങനെ ഇവരുടെ അടുത്ത് കൂടുന്ന ബന്ധുക്കളായാലും മക്കളായാലും മറ്റുള്ള സുഹൃത്തുക്കളായാലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെ മുതലെടുക്കുകയാണ് എന്ന് ഇതുങ്ങളെ തിരിച്ചറിയുന്നത് വളരെ കാലം കഴിഞ്ഞാണ്. അപ്പോൾ വളരെയേറെ ശ്രദ്ധയോടുകൂടെ ഈ നക്ഷത്രജാതർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൊമ്പനാനയുടെ തലയെടുപ്പോടുകൂടെ തന്നെ പോകാൻ ഒക്കും. പക്ഷെ കൊമ്പനാനയെ ഏതെങ്കിലും ഉത്സവാഘോഷങ്ങളുടെയോ മറ്റുള്ള മനുഷ്യരുടെ ആഘോഷങ്ങളുടെ ഭാഗമാക്കിയോ
എഴുന്നള്ളിക്കാറുണ്ട്. അത് ആനയ്ക്ക് നേട്ടമുള്ള കാര്യമല്ല, അത് ചെയ്യുന്നവർക്ക് നേട്ടമുള്ള കാര്യമാണ്. ആനയ്ക്കിപ്പം ഏതെങ്കിലും ഒരു സദസ്സിലോ വേദിയിലോ ഒന്ന് കൊമ്പനാന എഴുന്നള്ളിയത് കൊണ്ട് ആനയ്ക്ക് എന്തെങ്കിലും പുറത്ത് നേട്ടമുണ്ടോ? ഇല്ല. എന്ന് പറയുന്ന കണക്ക് പല അവസരങ്ങളിലും പലരുടെയും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നള്ളിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ നക്ഷത്രജാതർ ഇനിയെങ്കിലും മാറാതിരിക്കുക എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവരുടെ വിജയം ഉണ്ടാകുന്നത്. തൽക്കാലം നമ്മൾ ഭരണ നക്ഷത്രത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.